29/3/2025 ഈ ലോക ജീവിത യാത്രയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയിലേക്ക് പദം വെച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് അഗാധ വന്ദനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം യൗവനത്തിൻ്റെ ആദ്യ നാളുകളിൽ CMI സന്യാസ വൈദികനായി പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയ നിമിഷം മുതൽ ആരോഗ്യത്തോടെ തൻ്റെ ജീവിതം നടന്നു പോകുന്ന വഴികൾ മുഴുവൻ, നടന്ന വഴികൾ അത്രയും സാമൂഹ്യ സേവന രംഗത്തെ പഠനത്തിനും പ്രവർത്തനത്തിനും ശുശ്രൂഷയ്ക്കുമായി ചിലവഴിച്ച് അന്തസ്സായി തൻ്റെ ജീവിതം പൂർണ്ണമാക്കിയ ഒരു വ്യക്തിത്വം. ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന അപരനിൽ ദൈവത്തെ ദർശിക്കുവാനായിട്ടുള്ള അസാമാന്യമായ കാഴ്ചപ്പാട്, അതാണ് എപ്പോഴും എല്ലാവരാലും ആവലാതികൾ പറയപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ മേഖലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് ഞാൻ പറയുമ്പോൾ അത് കോട്ടയം, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ മേഖലകളിലേക്ക് വളർന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാകെ പടർന്ന് ഇന്നും ജനഹൃദയങ്ങളിൽ പച്ചകടാതെ നിൽക്കുന്ന വലിയൊരു സേവന മേഖലയുടെ അമരത്തിരുന്ന വ്യക്തിത്വത്തെയാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ വിജയരഹസ്യം? മരണത്തിൻ്റെ ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനായിരുന്നു. ശാരീരികമായ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട്, കർത്താവ് സൂചിപ്പിച്ചതുപോലെ ഒട്ടകത്തിന് സൂചിക്കുഴലിലൂടെ കടക്കുക എത്രമാത്രം ബുദ്ധിമുട്ടാണോ അതുപോലെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണമോ ഭൂമിയോ ബാങ്ക് ബാലൻസോ വസ്തുവകകളോ കെട്ടിട സമുച്ചയങ്ങളോ വലിയ വലിയ ഫ്ലാറ്റുകളോ വലിയ വലിയ വില്ലകളോ ഒക്കെ സ്വന്തമായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ദൈവസ്നേഹം, ദൈവവചനത്തിൻ്റെ തീക്ഷ്ണത, വേദനിക്കുന്നവന് തന്നാലാകുന്ന ചെറുവിരൽ സഹായം കൊടുക്കുവാനായിട്ട് ഓടിയെത്തുക തുടങ്ങിയ സദ്ഗുണങ്ങളാകുന്ന സമ്പത്ത് കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ സർവ്വവിധ സമ്പത്തുകളും ഉണ്ടാവുകയും ആത്മാവിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ കടക്കുവാൻ മാത്രം പ്രാപ്തമല്ലാത്ത വിധം നമ്മുടെ ഭൗതിക ശാരീരിക സമ്പത്തുകൾ നമ്മളെ ഭാരപ്പെടുത്തുകയും നമ്മെ കൂടുതൽ കൂടുതൽ ചീർത്ത് നിൽക്കുന്ന അവസ്ഥയിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അങ്ങ് സൂചിക്കുഴലിലൂടെ കടക്കുക പ്രയാസം എന്നുള്ളത്. ഇത് തയ്ക്കുന്ന സൂചിയാകട്ടെ, വലിയ വലിയ കോട്ടകൊത്തളങ്ങളുടെ ഉയർന്ന കവാടങ്ങളാകട്ടെ, എന്താണെങ്കിലും സൂചിക്കുഴ എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ സ്ഥലം അല്ലെങ്കിൽ ഇടുങ്ങിയ പാതയിലൂടെ നടക്കുക ദുഷ്കരം, അഥവാ കഷ്ടതകളുടെ പാതകളിലൂടെ നടന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശ്രദ്ധ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ് നമ്മളിവിടെ അനുസ്മരിക്കപ്പെടുന്ന ഈ വ്യക്തി. എനിക്ക് നന്നായിട്ടറിയാം, ഇന്ന് നമ്മൾ കാണുന്ന തക്കല രൂപതയുടെ ഭാഗമായിരിക്കുന്ന അഥവാ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനോട് അടുത്ത് കിടക്കുന്ന തിരുവനന്തപുരം മേഖലയുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നാൽ ആദ്യകാലത്ത് ഒരു വീടുകളിലേക്ക് എത്തിച്ചേരുവാൻ ഒരടിപ്പാത പോലും ഇല്ലാത്ത അവസ്ഥകൾ, റോഡരികിൽ ഒരു നിമിഷം മാറി നിന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ
കുട ചൂടിക്കടന്നാൽ കുടയുടെ മുക്കാൽ ഭാഗം റോഡിലൂടെ തന്നെ പോകേണ്ടതായ അവസ്ഥകളിൽ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലിറങ്ങി പ്രവർത്തിച്ച ആദ്യകാല മിഷണറിമാർക്കൊപ്പം, ആദ്യകാല CMI സന്യാസ വൈദികർക്കൊപ്പം നടന്ന് ശീലിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടുത്തെ കൊച്ചുകുടികളിൽ അന്നമില്ലാതെ ആഹാരമില്ലാതെ ജോലി ചെയ്താൽ 2 രൂപ 3 രൂപ വരെ കിട്ടാതെ അത്രമാത്രം വേതനങ്ങൾ കൈപ്പറ്റിയിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് കയറി ചെന്നിട്ട് സേനകളിൽ ഇറവനാകി ആണ്ടവരെ എന്നുള്ള ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലി കടന്നു പോകുന്ന ഒരു പറ്റം വലിയ വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കോഴിമറ്റം അച്ഛൻ, വരമ്പത്ത് ചെറിയച്ഛൻ, മരിച്ചവരുടെ പേരുകൾ മാത്രം ഞാൻ പറയുന്നു. ജീവിച്ചിരിക്കുന്ന ഇന്നും അതേ ജോലി തുടരുന്ന കുറേയേറെ വ്യക്തികൾ. അവരുടെ ഇടയിൽ ഒരു കൈത്താങ്ങായിട്ടാണ് അദ്ദേഹം കടന്നു ചെല്ലുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനല്ല. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചിന് ഒരു പാഠപുസ്തകം, അല്ലെങ്കിൽ ഒരു കല്ല് പെൻസിൽ, അതല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക്, അതല്ലെങ്കിൽ ഒരു കൊച്ചു കുട മഴ നനഞ്ഞ് പോകാതിരിക്കാനായിട്ട് അത് അവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി സോഷ്യൽ സർവീസിൻ്റെ മേഖലകൾ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർ വലിയ കാര്യങ്ങളിൽ നിയമിച്ചാക്കപ്പെടും. ഇന്ന് സ്വർഗത്തിലെ വലിയ കാര്യങ്ങളിലെ ഈ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചലിപ്പിച്ചിരുന്ന വ്യക്തികൾ അത്രയും എത്തിച്ചേരുമ്പോൾ അവരുടെ ഒപ്പം തന്നെ ഞാനിവിടെ അനുസ്മരിക്കുന്ന ഈ വ്യക്തിയും എത്തും എന്നതിന് സംശയമൊന്നും വേണ്ട. ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, അനേകം പ്രദേശങ്ങളിൽ വീടുകൾ വയ്ക്കുവാനായിട്ട്, എന്തിനേറെ 200ൻ്റെ സഭാസ്ഥാപന വാർഷികം നടക്കുമ്പോൾ 200 വീടുകൾ വെച്ചു കൊടുക്കാൻ, പല സ്ഥലങ്ങളിലായിട്ട് വെച്ചു കൊടുക്കാൻ, 200ഓളം വീടുകൾ കേടുപാടുകൾ പോക്കി വാസയോഗ്യമാക്കുന്നതിനുള്ള ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ ഒക്കെ ആഗ്രഹിച്ചിറങ്ങിയ ഒരു വലിയ വ്യക്തിത്വം. എന്നും അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. എപ്പോഴും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇത്തരം പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ വലിയ മനുഷ്യൻ എന്ന് പറയുമ്പോഴും ഓർക്കുക, ഓടി നടന്ന് ശരീരം മുഴുവൻ ശോഷിച്ച ഒരു മനുഷ്യൻ. ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടില്ല എന്നും, കിട്ടിയാൽ അത് നിന്ദനങ്ങളും ആക്ഷേപങ്ങളും പരസഹസ്രം ആവലാദികളും പരാതികളും മാത്രമായിരിക്കുകയും ചെയ്യും എന്ന് തിരിച്ചറിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് CMI സന്യാസ വൈദിക ജീവിതം. അത് ഏറ്റെടുക്കുവാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു എന്നതിലല്ല ഞാൻ അദ്ദേഹത്തെ അഭിമാനത്തോടെ അനുസ്മരിക്കുന്നത്. മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് പിൻബലവും ശക്തിയും പ്രചോദനവും കൂട്ടും കൈത്താങ്ങും നൽകുന്നു.